എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണു ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് രേവതി കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ടേബിളിലേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, ആ കിളവൻ ചത്താ മാത്രം ഇനി നമ്മുടെ മോൾക്ക് അവിടെ സ്വസ്ഥത സമാധാനം ഒക്കെ ഉണ്ടാവുള്ളൂ വേണുവേട്ടാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞേ? എന്ത് പറയാനാന്ന് പറ. ആ കിളവനും കിളവയും കൂടെ കൂടി എന്താ ചെയ്തേന്നറിയാവോ? കിലോ കണക്കിന് സ്വർണ്ണമല്ലേ ആ നായനെന്ന് പറയുന്ന ആ ദുഷ്ട പിശാചിനെ കൊണ്ടേ കൊടുത്തേന്ന് ചോദിക്കുക. സ്വർണം കൊണ്ടേ കൊടുത്തുന്ന? അതേന്ന്, ലക്ഷങ്ങളുടെ മുതലാ കൊണ്ടേ കൊടുത്തിരിക്കുന്നേ. ഇത് ഇപ്പഴെന്നെ വിളിച്ച് അനാമികോള് പറഞ്ഞോളൂ, അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാം. എന്റെ ദേവേനി, എനിക്ക് മനസ്സിലാവാത്ത കാര്യം. കാരണം എല്ലാരും കൂടി എന്തിനാ അവൾക്ക് ഇങ്ങനെ സ്വർണ്ണമൊക്കെ കൊണ്ടേ കൊടുക്കുന്നതെന്ന്, അവളെ എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ സ്നേഹിക്കണേന്ന് ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അതാ വേണുവേട്ട എനിക്ക് മനസ്സിലാകത്തെ. നമ്മുടെ മോൾക്ക് ആകപ്പാടെ വിഷമായി. നമ്മുടെ മോൾ അവിടെ ഉള്ളെന്നൊരു ചിന്ത പോലും ഇല്ലാതെ അല്ലേ കിളവനും കിളവി ആ കാര്യം ചെയ്തതെന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞേ, ഇനി ഇപ്പൊ ആ കിളവൻ മരിച്ചാൽ മാത്രമേ നമ്മുടെ മോൾക്ക് അവിടെ ഒരു പിടിച്ചു നിൽപ്പുണ്ടാവുള്ളൂന്ന്. ദേവേനി, കിളവൻ മരിച്ചതുകൊണ്ടായോ? കാരണം കിളവൻ മരിച്ച ഉടനെ ആദർശ് ആ സ്ഥാനം ഏറ്റെടുക്കും. അവിടുത്തെ സ്വത്തുക്കട കണക്കുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആദർശിന്റെ അച്ഛനും ഇളയച്ചനും ഒക്കെയാന്ന് പറയാം. അവരാണുങ്ങളാണല്ലോ പിന്നെ അവിടെ ഭരിക്കാൻ പോകുന്നേ. ആണുങ്ങളല്ല ആ നയനയോടൊപ്പം അല്ലേ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിക്കാം. അത് ശരിയാ വേണുവേട്ടാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അതിനൊരു തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. ആണുങ്ങളെ തമ്മിലടിപ്പിക്കണം. അങ്ങനെ ആണുങ്ങളെ തമ്മിലടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാം. അത് ശരിയാണല്ലോ, അതൊരു നല്ല ഐഡിയ ആണല്ലോ. പിന്നെ നമ്മുടെ മോളുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലല്ലോ എന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ അഹങ്കാരത്തെ കുറിച്ച് വേണുവേട്ടന് അറിയാവുന്നതല്ലേ. നിങ്ങളെ അച്ഛനും മോളും കൂടെയല്ലേ എല്ലാം തീരുമാനിക്കുന്നേ. മോൾ എന്ത് വൃത്തിയോട് കാണിച്ചാലും അതിലെല്ലാം അച്ഛനും ഒപ്പം നിൽക്കുവല്ലേ ചെയ്യുന്നേ, കൂട്ട് നിൽക്കുവല്ലേ ചെയ്യുന്നേന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞ പോലെയാണോ ഇവിടെ? ഇവിടെ അനിയെ സ്നേഹിക്കുകയല്ലേ ചെയ്യണ്ടേ? അതിന് പകരമോ എങ്ങനെ സ്നേഹിക്കാൻ എന്റെ വേണുവേട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനിക്ക് അവളെ കണ്ണെടുത്താ കാണത്തില്ല. പിന്നെ എങ്ങനെയാ അനിയെന്ന് പറയുമ്പോ തന്നെ അവൾക്ക് ദേഷ്യം വരുന്നേ. എനിക്ക് തോന്നുന്നേ ഇതുവരെയായിട്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടോന്ന് എനിക്ക് തോന്നില്ല. രണ്ടും രണ്ടിടത്താന്ന് എനിക്ക് തോന്നുന്നേ. അത് പാടില്ല രേവതി. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ചുവെപ്പുണ്ടാവില്ല അവിടെ. അവള് മനസ്സറിഞ്ഞ് സ്നേഹിക്കണം എന്നല്ല പറഞ്ഞേ, സ്നേഹം അഭിനയിക്കുമെങ്കിലും ചെയ്യണം അനിയോട്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാണ്. ആ സമയം കനക ജോൾസിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. ജോൾസൻ പറഞ്ഞു, മൂത്ത മോളുടെ കാര്യം അതങ്ങനെ തട്ടിയും മുട്ടിയും അങ്ങോട്ട് പോകുന്നു പറയാം. പിന്നെ നോക്കിയിട്ട് പറഞ്ഞു, രണ്ടാമത്തെ മോളുടെ കാര്യം അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. അത് നല്ല ഐശ്വര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ചേരേണ്ടത് തന്നെ ചേർന്നിരിക്കുന്നത്, അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പ്രധാനമായിട്ട് വന്നത് മൂന്നാമത്തെ മോളുടെ കാര്യം അറിയാനായിട്ടല്ലേ എന്നും പറഞ്ഞു ഒന്നുകൂടെ നോക്കുകയാണ് കാര്യങ്ങൾ. നോക്കിയിട്ട് പറഞ്ഞു, അല്ല അവൾക്ക് ആരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ കനകൊന്ന് ഞെട്ടിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ അടുപ്പൊന്നും ഇല്ലാന്ന് പറയണ. അല്ല ഇവിടെ അങ്ങനെയാണല്ലോ കാണിക്കണേന്ന് പറയാ. അല്ല അടുപ്പം ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്നു പറയണ. ആണോ? അങ്ങനെയാണെങ്കിൽ ആ വിവാഹം നടക്കുള്ളൂ എന്ന് പറയണ. അങ്ങനെ ഒരിക്കലും നടക്കില്ല തിരുമേനി എന്ന് പറയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, അവൾക്ക് അടുപ്പമുള്ള ആ പയ്യന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞെന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ കാണിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറയാണ്. ഒന്നുകൂടെ തിരുമേനി നോക്കി. തിരുമേനി നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാ. ആ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള പയ്യനുമായിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോകുന്നത് അത് 1 വർഷത്തിനുള്ളിൽ നടക്കൂന്ന് പറയാ. 1 വർഷത്തിനുള്ളിലോ? തിരുമേനി ഇതിന് വല്ല പരിഹാരമാർഗം ഉണ്ടോന്നൊന്ന് നോക്കാവോന്ന് ചോദിക്കുക. ഇത് കേട്ടതും തിരുമേനി ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവമായിട്ട് കൂട്ടി ഇണക്കുന്നതല്ലേ, അതങ്ങനെ തന്നെ നടക്കുള്ളൂ. അല്ല ആ പയ്യന്റെ കല്യാണം മുമ്പ് നടന്നതല്ലേ പറഞ്ഞേ, അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത വിവാഹമായിരുന്നു. പക്ഷെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടിയായിട്ടുള്ള വിവാഹം ശാശ്വതം ആകുള്ളൂ. നമുക്ക് അതിനെ തടയിടാനൊന്നും പറ്റില്ല. ദൈവത്തിന്റെ തീരുമാനത്തെ ഒരിക്കലും നമുക്ക് എതിർക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് കനക പിന്നീട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കനക നേരെ നയനയുടെ മുറിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അപ്പൊ ഇനി എന്ത് ചെയ്യും അമ്മേന്ന് ചോദിക്കാം. തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പാഴായി പോയിട്ടില്ല. മോളുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞേ. ഇപ്പൊ കണ്ടില്ലേ നന്ദുവിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നന്ദു മുറിയുടെ പുറത്ത് വരിക. നന്ദു ഇതിനെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് നന്ദുവിനെ കുറിച്ചുള്ള സംസാരം അകത്ത് നടക്കുന്ന കേട്ടെ പെട്ടെന്ന് നന്ദു ഒരു നിമിഷം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അകത്തേക്ക് കയറി പോകാൻ കഴിയാതെ നയന പറഞ്ഞു, ഇനിയിപ്പം തിരുമേനി പറഞ്ഞ 1 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കുമെന്നല്ലേ പറഞ്ഞ നന്ദുവിന്റെ അനിയുടെ. അതെങ്ങനെ ശരിയാവുമെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. അനാമിക ഇപ്പോഴും ഉണ്ടല്ലോ, അതാ മോളെ എനിക്കും അറിയത്തില്ലാത്ത.
പെട്ടെന്ന് നയന പറഞ്ഞു, അനാമയും അനയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചില്ലല്ലമ്മേ. അവര് തമ്മിൽ ഇതുവരെയായിട്ടും അങ്ങനെ സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം അവരിപ്പോഴും അകന്നു തന്നെ കഴിയണേന്നാ. അത് അപകടമാണെന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്താലോ? എന്ത് പരിഹാരം ചെയ്യാനാ മോളെ? ഒരു പരിഹാരവും ഇല്ലെന്നാണ് തിരുമേനി പറയണേ. എന്റെ ദൈവമേ, അങ്ങനെയായിട്ടുണ്ട് എന്ത് ചെയ്യും? ഒരു കാരണവശാലും നമ്മളായിട്ട് ഇതിനൊരു ഇടവരുത്തല്ല. ആദർശേണ്ട അച്ഛനും ഒക്കെ എല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ് അനിയ അനാമിക നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത്. ഇനി നമ്മളായിട്ട് നമ്മുടെ നന്ദുവായിട്ട് അവരുടെ ജീവിതത്തെ ഒരിക്കലും തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കരുത് അമ്മേ. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതൊക്കെ ശരിയാ, അറിയാം മോളെ. അല്ല, മോളെ തന്നെ അനിയുടെ അമ്മ വെറുത്ത് എന്തുകൊണ്ടാ? നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ? അത് ശരിയാമ്മേ, അതുകൊണ്ട് മാത്രം. ഇപ്പൊ എനിക്ക് തോന്നുക 3 മരുമക്കൾ ഒരു വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നന്ദുവിനെ അന്ന് പറഞ്ഞു തിരുത്തേണ്ട കാര്യമില്ലായിരുന്നു. കല്യാണം നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ശരിയാ, പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇതൊക്കെ കേട്ട് നന്ദു പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു പോയില്ലേ, അതാമ്മേ പറഞ്ഞേ. ഇനിയിപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. വന്നതിന്റെ ബാക്കി നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് അവരെ തമ്മിൽ ഇനി ഒരിക്കലും അടുപ്പിക്കില്ല. ഇത്ര ആയതാ. അമ്മ ശ്രദ്ധിച്ചോ? നന്ദുവിന് അനിയെ കണ്ടു കഴിയുമ്പോൾ എന്തോ മനസ്സിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ, അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നേ. ഇത് കേട്ടതും കനക പറഞ്ഞു, അത് ശരിയാ മോളെ, അങ്ങനെ എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനിമോൻ ഇവിടെ വന്നു കഴിയുമ്പോൾ അനിമോന്റെ മുഖത്ത് ശ്രദ്ധിച്ചോ? നന്ദുവിനെ കാണുമ്പോൾ പ്രത്യേകം എന്തോ ഒരു ചൈതന്യം, ഒരു സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ടെന്ന് പറയാ. അത് ശരിയാ, പക്ഷെ അത് അപകടം അമ്മേ. ഒരിക്കലും അവര് തമ്മിൽ ഇനി ഒന്നിക്കാനായിട്ട് പാടില്ല എന്ന് പറയാം. പക്ഷെ കനക പറഞ്ഞ് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തില്ലേ? പക്ഷെ നമ്മുടെ തീരുമാനത്തിനപ്പുറം ദൈവം എന്നൊരാളുണ്ട്. ദൈവത്തിന്റെ അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതിനെ മറികടക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറയാം. ആ സമയം പുറത്തു നിന്ന് നന്ദു പതുക്കെ അങ്ങോട്ട് മാറുവാണ്. നന്ദുവിന്റെ മനസ്സിലേക്ക് അനിയെ ആദ്യം കണ്ടതും ഒരുമിച്ച് പിന്നീട് പ്രണയത്തിലായതുമായ കുറെ രംഗങ്ങളൊക്കെ വരുക. അതെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് കണ്ണു നിറയുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനക ഇറങ്ങി വന്നു. ആഹാ, നന്ദൂട്ടനോ, നീ ഇത് എപ്പോഴാ വന്നേന്ന് ചോദിക്കാം. ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വന്നോളെന്ന് പറയാ. അല്ല, അമ്മ ജോത്സ്യനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കാം. അതോ? പെട്ടെന്ന് നന്ദുവിന്റെ കൈ എടുത്തിട്ട് പറഞ്ഞു, അത് പിന്നെ മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ പോയതാ. ജോത്സ്യൻ പറഞ്ഞു, പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും, ഇനി വരുന്ന ആലോചനയ്ക്ക് സമ്മതിച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നേ. ഇത് കേട്ട നന്ദു, എന്റെ കല്യാണമോ? അതൊന്നും വേണ്ടാന്ന് പറയാ. അതെന്നാ നന്ദോട്ട് അങ്ങനെ പറയണേ? ഇനി വരുന്ന കല്യാണം ആലോചിക്കാൻ ജോത്സ്യർ പറഞ്ഞിട്ടുണ്ട്. നല്ല ജീവിതമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നേ. എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് കല്യാണം വേണ്ടേ? ഇതൊക്കെ ഇല്ലാതെ പിന്നെ എങ്ങനെയാ കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് ചോദിക്കാം. പെട്ടെന്ന് നന്ദു ആ കയ്യങ്ങോട് വിടിവിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാ. കാനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം അനി ആകെപ്പാടെ സങ്കടത്തോടുകൂടി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്ന് ഇരിക്കുവാണ്. അനിയുടെ അടുത്തേക്ക് ആദർശ് വരിക. ആദർശ് വന്നിട്ട് ചോദിച്ചു, എടാ അനി, നിനക്ക് ഞാൻ 3 ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചായിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുവരെ ആയിട്ടെങ്കിലും നീ കമ്പനിയിലേക്ക് ഒന്ന് പോയോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ പോകാം ആദർശേട്ടാ, ഇത്രയും ദിവസം പോകാനൊന്നും പറ്റിയില്ലെന്ന് പറയാ. ആദർശേട്ടൻ പോകാൻ ഇറങ്ങിയതല്ലേ, ഞാനും ആദർശേട്ടന്റെ ഒപ്പം വരാന്ന് പറയാണ്. അത് വേണ്ട, എനിക്ക് ഇനിയിപ്പം നയനയുടെ അടുത്തൊന്ന് കേറിയിട്ട് വേണം പോവാനായിട്ടെന്ന് പറയാ. അതിനിപ്പോ എന്താ, ഞാനും വരാലോ എന്ന് പറയാ. അത് ശരിയാവത്തില്ല. അതെന്താ, നീ വന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയാ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതല്ലടാ അനി, അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വീണ്ടും നീ അവളും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം കുഴപ്പത്തിലേക്ക് വരുത്തണോന്ന് ചോദിക്കാം. എന്ത് ദാമ്പത്യ ജീവിതം ആദർശേട്ടാ? ഞാനും അവളും തമ്മില് നേർക്ക് നേർ നോക്കിയെന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴവിടെ അടിയാ വീഴുന്നേ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ അനി, കുറച്ചൊക്കെ നീ സമീപനം പാലിക്കണം. അവള് നിന്റെ ഭാര്യ എന്നുള്ള ചിന്ത വേണം ആദർശേട്ടാ. ഞാൻ ഭർത്താവ് എന്നുള്ള ചിന്ത അവൾക്കും വേണ്ടേ? അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നൊന്നുമില്ല. അവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇതുവരെയായിട്ട് സ്നേഹിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയാം. അങ്ങനെ പറയരുത്. നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ? എന്ത് പ്രണയം? ഞാൻ അവളെ പ്രണയിച്ച് വിവാഹം കഴിച്ചെന്നോ? ഒരിക്കലും ഇല്ല ആദർശേട്ടാ, അങ്ങനെ പറയരുത്. അവള് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന, അല്ലാതെ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലെന്ന് പറയുക. ഇത് കേട്ടപ്പം ആദർശന് വല്ലാത്ത വിഷമമായി. ആദർശ് പറഞ്ഞു, ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ദൈവമായിട്ട് കൊണ്ടുതന്നൊരു ബന്ധമാണ് നിങ്ങൾ കൂട്ടിയണിപ്പിച്ച. ഇനിയിപ്പൊ അതൊരിക്കലും അത് വേണ്ടാന്ന് നീ വെക്കരുത്. നീ കാരണം ഒരിക്കലും ഒന്നും സംഭവിക്കില്ലെന്ന് പറയാ. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ ആദർശേട്ടാ? പക്ഷെ എങ്കില് അവളുടെ സ്വഭാവം കണ്ടു കഴിയുമ്പോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ വീട്ടുകാരും കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഇന്ന് വരെ ഞാൻ എന്താന്നോ എന്നെ എന്താന്നോ മനസ്സിലാക്കാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അവളോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കുന്ന ആദർശേട്ടൻ വിചാരിച്ചിരിക്കുന്നേ? ആദർശ് പറഞ്ഞു,
ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുക. അന്ന് നീ നന്ദുവും തമ്മിലുള്ള ആ വിവാഹം നടന്നാൽ മതിയായിരുന്നു. അതാണെങ്കിൽ ഇപ്പൊ ഒരു കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. ഇങ്ങനത്തെയുള്ള സങ്കടത്തിന്റെ കാര്യമില്ലായിരുന്നു പറയാം. ശരി, നീ വാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അനിയൻ കൂട്ടിക്കൊണ്ട് നേരെ പോവാണ്. പിന്നീട് അനിയും ആദർശം കൂടെ നേരെ കനകേടൻ ഗോവിന്ദന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഗോവിന്ദൻ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നന്ദുവും കൂടെ അങ്ങോട്ട് വന്നു. ആഹാ, രണ്ടുപേരുണ്ടല്ലോ, വരാൻ പറയണേ, ഇരിക്കാൻ പറയാം. അങ്ങനെ അവരവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഗോവിന്ദൻ പറഞ്ഞു, അല്ല രണ്ടുപേരും ഒന്ന് കമ്പനിയിലേക്ക് പോയില്ലേ? പോണായിരുന്നു അച്ഛാ, പക്ഷെ പോകുന്നതിന് മുമ്പ് ദേ നയനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഇറങ്ങിയതാന്ന് പറയണം. പിന്നീട് നന്ദുവിനോട് ആദർശ് ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ നിന്നാ മതിയാ നന്ദു, നിനക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അവള് ജോലിയൊക്കെ വേണം, അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവള് കുറെ ശ്രമിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയാം. അതെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കമ്പനിയിലേക്ക് പോരെ, കമ്പനി ജോലി തരാന്ന് പറഞ്ഞല്ലേ നന്ദു, പിന്നെന്താ നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നന്ദു ഒന്നും മിണ്ടിയില്ല. ഗോവിന്ദൻ പറഞ്ഞു, അവള് അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. നന്ദു പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, എനിക്ക് കമ്പനി ജോലി വേണ്ടെന്ന് പറയാ. അതെന്താ? പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് വേണം വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നങ്ങളിലേക്ക് കടക്കണേ. അനി അവിടെ ഉണ്ടല്ലോ എന്ന് പറയണേ. അനി അവിടെയല്ല, അനി വേറെ ബ്രാഞ്ചിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അനി ഇല്ലാന്ന് പറയാ. അവൻ വേറെ കമ്പനിയിലായതുകൊണ്ട് പ്രശ്നമില്ല. അത് മാത്രമല്ല, നയനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയാല് നയനയ്ക്ക് ഞാൻ ജോലി കൊടുത്ത് എന്റെ കമ്പനിയെ കൊണ്ടിരുത്തും, എന്നോടൊപ്പം ഇരുത്തും എന്ന് പറയാ. അപ്പൊ പിന്നെ നന്ദുവും കൂടെ അങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ലോ എന്ന് പറയാ. ഇത് കേട്ടപ്പോ ഗോവിന്ദനൊന്നും മിണ്ടിയില്ല. അതെ, ഞാനെന്നാ നയനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്ത് നന്ദുവിനോട് ഗോവിന്ദൻ ചോദിച്ചു, അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നിനക്ക് ആ കമ്പനിയിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കുകയാണ്. വേണ്ട അച്ഛാ, അതൊന്നും ശരിയാകത്തില്ല, ഞാനായിട്ടൊരു പ്രശ്നത്തിലേക്ക് ഇനി കടക്കത്തില്ല. വെറുതെ എന്തിനാ നമ്മള് വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ, അതിന്റെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവാണ്. പിന്നീട് അനിയും ആദർശും കൂടെ നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പം നയനും ചാഹ രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് അനിയ ചാന്ത, ഞാൻ വന്ന ഏടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. അത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണേ, അനി വരണ്ടതാ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയാം. അതെന്താ ഏടത്തി? അനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിയക്ക് ഇഷ്ടപ്പെടുവോ? ഏട്ടത്തി, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലാന്ന് പറയാം. അങ്ങനെ പറയരുതനി, നിന്റെ ഭാര്യയാണ് അവള്. നീ കല്യാണം കഴിച്ച കുട്ടിയല്ലേ, നിന്റെ താലിയല്ലേ അവളുടെ കഴുത്തിൽ കിടക്കണേ. അതൊക്കെ ശരിയായിട്ടത്തി, അവൾ ആ താലിക്ക് മഹാത്മ്യം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയാം. അതെന്താ അനി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും അവൾ എന്നോടൊരു സ്നേഹത്തോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. ഇതൊക്കെ അവളുടെ വീട്ടുകാരുടെ ഒരു കുതന്ത്രമാ. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതെന്താ അനി നീ അങ്ങനെ പറയണേ? നിനക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ, നിനക്ക് പ്രണയലേഖനമൊക്കെ തന്നല്ലേന്ന് ചോദിക്കും. ഏട്ടത്തി, അതൊക്കെ അവളുടെ ഒരു നമ്പറായിരുന്നു, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളേ. നമ്മുടെ കുടുംബത്തിലെ ആസ്തിയും പണവും എല്ലാം കണ്ടിട്ടാണ് അവൾ അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തേ. എനിക്ക് അവളോട് ആരാധന ഉണ്ടായിരുന്നുള്ള ശരി തന്നെയാ. അല്ല, അനിയല്ലേ അവള് ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോ അവളുടെ പുറകെ അന്വേഷിച്ച് തപ്പി കണ്ടുപിടിക്കാനൊക്കെ പോയത്. അതൊക്കെ ശരിയായിട്ടെത്തി, അതൊരു ആരാധികയോടുള്ള ഇഷ്ടം മാത്രം. അതിന് അപ്പുറത്തേക്ക് എനിക്ക് അവളെ കല്യാണം കഴിക്കണം എന്നൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു പറയാം. പക്ഷെ അവൾ അങ്ങനെയല്ലായിരുന്നു, അവളും അവളുടെ വീട്ടുകാരും കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കുക ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ഇനിയിപ്പൊ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയണേ? ആദർശ് പറഞ്ഞു, എനിക്കും തോന്നുന്നു അങ്ങനെയൊക്കെ തന്നെയാ, അവര് ചതിക്കുമായിരുന്നു എന്ന്. അല്ല, നിന്റെ അമ്മ നിന്റെ ചേച്ചീനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, അനന്തപുരിയിലേക്ക് കൊണ്ടുവിടാനായിട്ട്, അല്ലെങ്കിൽ അനന്തപുരിയുടെ മരുമോളാക്കാനായിട്ട് ഒത്തിരി അധികം ആഗ്രഹിച്ചിരുന്നു, പണവും പ്രതാപവും ഒക്കെ കണ്ടിട്ട്. പക്ഷേങ്കില് അവരും അതുപോലെ തന്നെ ചിന്തിച്ച അനാമികയുടെ വീട്ടുകാര്. പക്ഷെ അവര് നിന്റെ അമ്മേനെ പോലെയല്ല. കാരണം അവർ ഈ കാണിച്ചതും പ്രവർത്തിച്ചും എല്ലാം കള്ളത്തരമാണോ നല്ല സംശയമുണ്ട്, ഈ പൊങ്ങച്ചം കാണിക്കുന്നതാണോ സംശയമുണ്ട്. ഇത് കേട്ടതും അനി പറഞ്ഞു, അത് ശരിയാ, എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. കാരണം മുമ്പ് ഒരു കാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ആ കാർ കാണാൻ പോലും ഇല്ല. അത് വിറ്റോ അത് ഉണ്ടോന്ന് പോലും അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും നയന പറഞ്ഞു, അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നീ നിന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണവള് അനാമിക, അവൾക്ക് പ്രായം പക്വതയും കുറവായിരിക്കും, അവളെ നീ സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കുകയോ ചെയ്യേണ്ടേന്ന് പറയാം. അനി പറഞ്ഞു, അതൊക്കെ നടന്നത് തന്നെ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലേ ചേച്ചി. എനിക്ക് തോന്നുന്നേ ഇത്രയും നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല, അതിനർത്ഥം എന്താ, ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുന്ന. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഇപ്പൊ എനിക്ക് തോന്നുന്നു വേണ്ടിയിരുന്നില്ലാന്ന്, ഞാൻ കാരണമൊന്നും ഇങ്ങനെയെല്ലാം ഉണ്ടായത്. അന്ന് ഒരു പക്ഷേ നിങ്ങളെ പറഞ്ഞു തിരുത്തേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നേ, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറയാണ്. ആ സമയം അനി പറഞ്ഞു, അതെ നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അനി പുറത്തേക്ക് ഇറങ്ങി പോവാണ്.
പെട്ടെന്ന് ആദർശനോട് നയന പറഞ്ഞു, കണ്ടില്ലേ അനിയുടെ മനസ്സ്, അവന് നല്ല വിഷമമുണ്ട്. അവന്റെ ജീവിതം നമ്മളായിട്ട് തല്ലി തകർത്തുന്ന ഒരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. ഏയ് അങ്ങനെയൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേങ്കില് അവനത് നല്ല വിഷമമുണ്ട്. അനാമയും അവനും കൂടെ ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല നയനെ. ശരിയാ ആദർശേട്ടാ, നമ്മളാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇപ്പോഴോർക്കും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഒരു വീട്ടിൽ 3 മരുമക്കൾ വന്നാലും എന്തായിരുന്നു കുഴപ്പമുണ്ടായിരിക്കുന്നത്? അവര് തമ്മില് സന്തോഷത്തോടെ ജീവിച്ചാനും. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നവർ എന്ത് വെള്ളം പറഞ്ഞോട്ടെ എന്ന് ഓർത്ത് മുന്നോട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അനി ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണേണ്ട വരത്തില്ലായിരുന്നു പറയണം. ഇനി ആദർശേട്ടൻ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അവനെ പറഞ്ഞ് തിരുത്താനായിട്ട്. അവന് നല്ലൊരു ജീവിതം കൊടുക്കണം. അല്ലെങ്കിൽ ഇനി ആദർശേട്ടന് സന്തോഷം സമാധാനം ഉണ്ടാവുന്നൊക്കെ നയനി ചോദിക്കുകയാണ്. ആ സമയത്ത് അനി പുറത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദുവിന് അനി നോക്കിക്കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നന്ദു പെട്ടെന്ന് ചോദിച്ചു, ഞാനേ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഏയ് ചായ വേണ്ട നന്ദു എന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നെ നന്ദു അങ്ങോട്ട് മാറിയെന്ന് നോക്കുവാണ് അനിയെ. അപ്പൊ അനിയും നോക്കുവാണ്. എന്തോ അവരുടെ കണ്ണും കണ്ണും കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോഴത്തേനും പഴയതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിടുവാണ്. രണ്ടുപേരും തന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ ഒരു നഷ്ടബോധമാണോ കുറ്റബോധമാണോ എന്തോ രണ്ടുപേരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ നോട്ടത്തിൽ തന്നെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. അധികം വൈകാതെ തന്നെ ഇനിയിപ്പോ വീണ്ടും അവർ പ്രണയത്തിലാകും. 1 വർഷത്തിലുള്ള കല്യാണം നടക്കുകയും ചെയ്യും. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.